ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ രണ്ട് പലഹാരമാണ് ഉണ്ടാക്കുന്നത്. ഒന്ന് പഴം നിറച്ചതെന്ന് പറയും, ഒന്നില്ലെങ്കിൽ പഴം റോസ്റ്റ് എന്ന് പറയും. നമ്മളിവിടെ പഴം റോസ്റ്റ് എന്നാണ് പറയണത്. പിന്നെ ഈന്തപ്പഴം പൊരിച്ചത്. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് നമുക്കൊന്ന് കാണാം. പഴം, തേങ്ങ, കശുവണ്ടി, ഏലക്കാപ്പൊടി, ഈന്തപ്പഴം. അപ്പോൾ അത് ഉണ്ടാക്കുന്നത് നമ്മൾ ഓരോന്നായിട്ട് കാണിച്ചു തരാം കേട്ടോ. ആദ്യമായിട്ട് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ചേർക്കണം. നെയ്യ് ചേർത്തിട്ട് കുറച്ച് കശുവണ്ടി വറുത്ത് മാറ്റണം. അപ്പോൾ ഈ കശുവണ്ടീൻ്റെ കൂടെ നമുക്ക് കിസ്മിസും ചേർക്കാം. ഇപ്പോൾ ഞാൻ കിസ്മിസ് ചേർത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കിസ്മിസും കൂടെ വറുത്ത് മാറ്റാം കേട്ടോ. ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കും. കുറച്ച് വെള്ളമൊഴിച്ച് അത് നന്നായിട്ട് തിളക്കണം. തിളച്ചതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള പഞ്ചസാര ചേർക്കാം. ഇതിപ്പോൾ എൻ്റെ വെല്ലുമ്മയൊക്കെ ഉണ്ടാക്കുന്ന ഒരു രീതിയിലാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. ഇപ്പോൾ ഇത് നമുക്ക് നെയ്യിൽ വറുത്താണെങ്കിലും തേങ്ങ വിളയിച്ചെടുക്കാം. പക്ഷേ ഇതിപ്പോൾ ഞങ്ങൾ പണ്ടത്തെ രീതിയിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പഞ്ചസാര നന്നായിട്ട് മെൽറ്റായിട്ട് വരണം. നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഏകദേശം ഏത്തപ്പഴം ഒരു 4 എണ്ണം ഉണ്ട്, 1 കിലോ ആണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള തേങ്ങ ചേർത്ത് വിളയിച്ചെടുക്കാം നമുക്ക്. കുറച്ചും കൂടെ തേങ്ങ ചേർക്കുന്നുണ്ട്. ഇത് നല്ലതുപോലെ വിളയിച്ചെടുക്കുക. ഇനി പ്രത്യേകിച്ച് നെയ്യ് ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ നേരത്തെ കശുവണ്ടി വറുത്തപ്പോൾ നെയ്യ് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നെയ്യ് ചേർക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് വിളയിച്ചെടുക്കണം. തേങ്ങ നന്നായിട്ട് വിളഞ്ഞതിന് ശേഷം അതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന കശുവണ്ടി ചേർക്കും. ഇത് നന്നായിട്ട് റെഡിയായിട്ടുണ്ട്. എന്നിട്ടൊരിത് പാത്രത്തിലേക്ക് പകർത്തി ചൂടാറാൻ വയ്ക്കണം കേട്ടോ. നന്നായിട്ടായി വരുമ്പോൾ കുറച്ച് ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇതിപ്പോൾ ഞാൻ ട്രഡീഷണൽ രീതിയിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ വെല്ലുമ്മയൊക്കെ ഉണ്ടാക്കുന്ന ഒരു രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ചൂടാറാൻ വേണ്ടി ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അടുത്തത് നമുക്ക് പഴം ഒന്ന് വരിഞ്ഞു കൊടുക്കാം. അപ്പോൾ നടുക്കുന്ന പഴം കുറച്ച് മാത്രമേ വരിയാൻ പാടുള്ളൂ, അല്ലെങ്കിൽ പഴം രണ്ടായിട്ട് മുറിഞ്ഞു പോകും. ഏകദേശം ഇങ്ങനെ ഈ രൂപത്തിൽ ഫുള്ളായിട്ട് മുറിഞ്ഞു പോകാൻ പാടില്ല. അതുപോലെ 2 സൈഡിലും. ഇതേപോലെ എല്ലാ പഴവും നമ്മളൊന്ന് റെഡിയാക്കണം. ഏകദേശം ഇങ്ങനെ ഇത് കണ്ടോ. ഇനി നമുക്ക് ചൂടാറി കഴിയുമ്പോൾ പഴത്തിലേക്ക് ഇത് നിറയ്ക്കാം. അത്യാവശ്യം നല്ല രീതിയിൽ ഫില്ല് ചെയ്ത് കൊടുക്കാം. എല്ലാം ഫില്ല് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ പഴം മുക്കിപ്പൊരിക്കുന്നത് മൈദയിലാണ്. അപ്പോൾ മൈദ പറയാൻ ഞാൻ വിട്ടുപോയായിരുന്നു. അപ്പോൾ മൈദ എടുത്ത് കുറച്ച് ഉപ്പ് ചേർത്ത് വെള്ളം മിക്സ് ചെയ്ത് നമ്മൾ പഴം പൊരിക്കൊക്കെ ബാറ്റർ കൂട്ടണ രീതിയിൽ റെഡിയാക്കണം. ഏകദേശം ഈ കൺസിസ്റ്റൻസി മതി കേട്ടോ പൊടി കൂട്ടുന്നത്.
ഏകദേശം നമ്മൾ പഴം വറുക്കുമ്പോഴൊക്കെ ചെയ്യുന്ന രീതിയിൽ തന്നെ. മൈദയുടെ ബാറ്ററിലേക്ക് നമ്മൾ ചെയ്ത് വെച്ച പഴത്തെ നമ്മൾ ഫുള്ളായിട്ട് മുക്കൂട്ടാം. ചിലവർ ആ ഒരു ഭാഗം മാത്രം മുക്കാറുള്ളൂ. പക്ഷെ നമ്മൾ ഇങ്ങനെ ഫുള്ളായിട്ട് പഴം ബാറ്ററിൽ മുക്കിയിട്ടാണ് എണ്ണയിൽ വറുത്ത് പോരുന്നത്. എണ്ണ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കണം. ഒരു സൈഡ് നന്നായിട്ട് മുരിഞ്ഞതിന് ശേഷം നമുക്ക് പതിയെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. പതിയെ അപ്പോൾ ഇത് ഒരെണ്ണം നമുക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം കേട്ടോ. അപ്പോൾ സൂക്ഷിച്ച് രണ്ടെണ്ണം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഞാൻ അടുത്തതും ഇതുപോലെ തന്നെ പൊരിച്ചെടുക്കാം. അപ്പോൾ അടുത്തതും നമുക്ക് നേരത്തെ ചെയ്തതുപോലെ തന്നെ പൊടി മുക്കി വറുക്കാൻ വേണ്ടി ഇടാം. നേരത്തെ ചെയ്ത അതേ പ്രോസസ്സ് തന്നെയാണ് ചെയ്തത്. അടുത്തത് നമ്മൾ ഈന്തപ്പഴത്തിൻ്റെ ഒരു പലഹാരമല്ലേ ഉണ്ടാക്കണം. അപ്പോൾ ആദ്യം നമ്മൾ ഈന്തപ്പഴത്തിൻ്റെ ഉള്ളിലുള്ള കുരു കളയണം. കുരു കളഞ്ഞ് മാറ്റി വെക്കണം. അപ്പോൾ നേരത്തെ നമ്മൾ പഴം ടോസ്റ്റ് ഉണ്ടാക്കിയപ്പോൾ വിളയിച്ച് തേങ്ങയും അതിൽ കൂടെ കുറച്ച് കശുവണ്ടിയും കൂടി ഇട്ടിട്ട് ഇതിൻ്റെ ഉള്ളിൽ കുരു കളഞ്ഞ ഈന്തപ്പഴത്തിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യണം. ഏകദേശം ഇത്ര ഇങ്ങനെ ഫില്ല് ചെയ്താൽ മതി. കുരു കളയുക, എന്നിട്ട് ഒരു പീസ് കശുവണ്ടിയും കുറച്ച് തേങ്ങയും കൂടെ ആയിട്ട് ഇങ്ങനെ ഫില്ല് ചെയ്യണം. അത് നമ്മൾ നേരത്തെ പഴം ടോസ്റ്റ് ഉണ്ടാക്കി വെച്ച ബാറ്റർ ഉണ്ടല്ലോ, മൈദയും ഉപ്പും ചേർക്കാം, അതിൽ മുക്കി വേണം ഇത് പൊരിച്ചെടുക്കാൻ. അപ്പോൾ പഴം മുഴുവനും നമ്മൾ പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈന്തപ്പഴം മുഴുവനും നമ്മൾ ഇങ്ങനെ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി പൊടി മുക്കി പൊരിച്ചാൽ മതി. അപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് നമ്മൾ ഇത് ചെയ്തേക്കുന്നത് കേട്ടോ. എല്ലാം നമ്മൾ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് പൊരിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ പഴം ടോസ്റ്റിന് എടുത്ത അതേ ബാറ്റർ തന്നെയാണ്, സെയിം ബാറ്റർ തന്നെയാണ്. ഇതിലാണ് നമ്മൾ മുക്കി വറുത്ത് വരുന്നത് കേട്ടോ. പതിയെ നമ്മൾ അധികം ഇങ്ങനെ കോരി പഴം വറുത്ത അതേ ഓയിലിൽ തന്നെയാണ് നമ്മൾ വറുക്കണത്. ഓരോന്നായിട്ട് നമ്മളിങ്ങനെ പൊടി മുക്കിയിട്ട് ഇടണം. അപ്പോൾ നമ്മൾ പെരുന്നാളൊക്കെ വരുമ്പോൾ ഉണ്ടാക്കുന്ന ഒരു പലഹാരമാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നോമ്പിന് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു പലഹാരമാണിത്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് എടുക്കാം എണ്ണയിൽ നിന്ന്. ഏകദേശം
ഒരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും നമുക്ക് എണ്ണയിൽ നിന്ന് എടുക്കാം. അപ്പോൾ അടുത്തത് നമുക്ക് ഇതുപോലെ വറുത്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഐറ്റം രണ്ടും റെഡി ആയിട്ടുണ്ട് കേട്ടോ. പഴം റോസ്റ്റും റെഡിയായി, ഈന്തപ്പഴം പൊരിച്ചതും റെഡിയായിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. പഴം റോസ്റ്റ് ഇത് ഏകദേശം ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഉള്ളക്ക നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇതും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റുള്ള ഒരു പലഹാരമാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ, ബൈ.